മറ്റൊരു വാർത്തയിലേക്കാണ്. കൊല്ലത്ത് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊല്ലം അമ്മാരത്ത് മുക്കിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സ്റ്റോപ്പിൽ ആളെ ഇറക്കി മുന്നിലേക്ക് എടുക്കുകയായിരുന്ന സ്വകാര്യ ബസ്സിന് കുറുകെ സ്ത്രീ ഓടിയെത്തുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഏറ്റവും ഭയാനകമായ ദൃശ്യങ്ങളാണ്. ആ സ്ത്രീ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ ഉടനെ തന്നെ കുറച്ച് അമ്പലങ്ങളിലോ പള്ളിയിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇതുപോലൊരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ സാധാരണയായി സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്ഭുതകരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ബസ്സിൽ ഇടിച്ച ബസ്സിനടിയിലൂടെ പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ബസ് മുഴുവനായി സ്ത്രീയുടെ മുകളിലൂടെ കയറി ഇറങ്ങി പോയിരിക്കുന്നു. പക്ഷേ എന്നിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷെ, അത്ഭുതകരം എന്നല്ലാതെ ഈ ദൃശ്യങ്ങൾ കാണുന്നതിൽ നിന്നും ഒന്നും പറയാനില്ല. എന്താണ് ശരിക്കും സംഭവിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാലും ഈ സ്ത്രീയോട് പിന്നീട് സംസാരിക്കാനുള്ള സാധ്യത ഉണ്ടായോ? എന്താണ് പ്രൈവറ്റ് ബസ് ഡ്രൈവർ പറയുന്നത്? എന്തെങ്കിലും വിശദാംശങ്ങൾ? തീർച്ചയായും ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ശരിക്കും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വീട്ടമ്മയുടെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ്, ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നെടുങ്ങോലം പാറയിൽക്കാവ് സ്വദേശി ഓമനമ്മയാണ് ബസ്സിനടിയിൽപ്പെട്ടിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഹരി ഈ ഒരു സംഭവം ഉണ്ടായത്. കൊല്ലം പരവൂർ പാരിപ്പള്ളി റോഡിലായിരുന്നു. സ്വകാര്യ ബസ്സാണ്. സ്വകാര്യ ബസ് മുന്നോട്ടെടുക്കുമ്പോൾ ഇവർ ഈ ബസ്സിനുള്ളിലേക്ക് കയറാൻ ഓടിയെത്തുകയായിരുന്നു. അത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ബസ്സിനോട് ചേർന്ന് മുൻഭാഗത്ത് ബസ്സിനോട് ചേർന്നാണ് ഇവർ ഓടിപ്പോകുന്നത്. അപ്പോൾ ഡ്രൈവർക്ക് സ്വാഭാവികമായിട്ട് കാണാൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. ഈ വീട്ടമ്മയെ വാഹനം തട്ടിയാണ് വാഹനത്തിനടിയിൽ പെട്ടുപോകുന്നത്. അങ്ങനെ എന്തായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാഹനം മുന്നോട്ട് അവര് ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ മറികടന്ന് വാഹനം പോവുകയും ചെയ്തു. പക്ഷെ എന്നാലും വാഹനം നിർത്തി വീലുകളൊന്നും തന്നെ ഇവരുടെ ദേഹത്ത് കയറാതിരുന്ന വലിയ ഒരു ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം. എന്തായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാട്ടുകാർ ഓടിക്കൂടുന്ന എല്ലാ ദൃശ്യങ്ങൾ വ്യക്തമാണ്. അങ്ങനെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സകൾക്ക് കൊടുത്ത് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. നിസ്സാര പരിക്കുകൾ മാത്രമേ അവർക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഹരി, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഈ ദൃശ്യങ്ങൾ നമ്മളെ എല്ലാവരെയും വലിയ രീതിയിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അത് തന്നെയാണ്. ആ സീബ്ര ലൈനിലൂടെ തന്നെയാണ് ആ യുവതി ക്രോസ് ചെയ്ത് പോകുന്നതെന്നും കാണാം. പക്ഷേ ബസ് സ്ത്രീയെ തട്ടിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. തട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും കാണാം. പക്ഷേ അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. അതിനകത്ത് വേറെ വാക്കുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ വെറുതെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോഴേക്കും അങ്ങനെ സാധാരണയായിട്ട് അങ്ങനെ ഉണ്ടാവാറില്ല എന്നത് പറയുമ്പോൾ ഒരു അത്ഭുതകരം തന്നെയാണ് എന്നതും എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടൽ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് കാണാം. എന്തായാലും ബസ് മുഴുവനായിട്ട് തന്നെ ആ യുവതിയെ തട്ടിയിട്ടതിന് ശേഷം ബസ് മുഴുവനായി തന്നെ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. എന്നിട്ടും ആ ബസ്സിനടിയിൽ തന്നെ തലയൊന്നും ഉയർത്താതെ അതിൽ തന്നെ ഇരുന്നു എന്നതും കൂടി എടുത്ത് പറയണം. അപ്പോൾ ആ പ്രസൻസ് ഓഫ് മൈൻഡും കൂടി എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെയാണ്. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്നതും വിശ്വസിക്കുന്നു. വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.